വീടൊക്കെ ഒന്ന് കാണണം, വീട്ടുകാരെ കാണണം, ഒരു അതിയായ ആഗ്രഹം. അത് നിറവേറ്റാൻ കൂടി പോവുകയാണ് കേസ്. ഇന്നലെ ഫുൾ ടൈം ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെയാണ് യാത്ര. കിടന്നതും ഉറങ്ങിയതും ഉണ്ടതും എല്ലാം. ഏകദേശം ഞങ്ങളൊരു 30 കിലോമീറ്ററോടും പോയാൽ അബൂക്കാന്റെ വീട്ടിലെത്തും. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. കാസർഗോഡ് ഹൈവേയിലെത്തി. പണി പൂർത്തിയായ ഹൈവേ ആണ്. കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. തലപ്പാടി മുംബൈക്ക് 963 കിലോമീറ്റർ. പള്ളി മിനാരം കാണുന്നുണ്ട് ഗൈസ്, ഗോൾഡ് കളർ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീടിൻ്റെ ഗേറ്റ് എത്തി ഗൈസ്. ഇതാരും തുറക്കും, അബുക തന്നെ ഇറങ്ങി തുറക്കും. ഞാൻ തന്നെ ഇറങ്ങി തുറക്കും. എന്നെ സൽക്കരിച്ചുകൊണ്ട് അബൂഖാൻ്റെ വൈഫ് ഒരുപാട് ഐറ്റംസ് ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫുണ്ട്, ചോറുണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ഫിഷ് കറി ഉണ്ട്, ആഗോലി, പിന്നെ ഉപ്പേരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പപ്പടം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഓരോ ഭക്ഷണം. കാസർഗോഡ് സ്റ്റൈല് ഭക്ഷണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അബൂഖാൻ്റെ വീടിൻ്റെ മുമ്പിലാണ് കാണുന്നുണ്ട്. ആ കാറ് നിർത്തിയിട്ട വീടാണ് അബൂഖാൻ്റെ വീട്. ഇനി അബൂഖാനെ കാണണ്ടേ? അതാ കിടക്കുന്നതാ നിൽക്കുന്നത് ഈ ചുള്ളൻ. ഞങ്ങൾ 2 ദിവസം ഇപ്പം രണ്ടല്ല, ഒരു ദിവസം അല്ലേ? ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാ. 2 ദിവസമായി. 2 ദിവസം? ഇന്നലെ ഇന്ന്. ഇന്നലെ ഇന്ന് 2 ദിവസം. വേണമെങ്കിൽ 3 ദിവസം കൂടി നിൽക്കാം. നേരെ കൊണ്ടിട്ടാക്ക, നാളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അടിപൊളി ഡ്രസ്സാട്ടോ ഇവിടെ. അടിപൊളി ലൊക്കേഷനാണ്. ഇവിടുന്ന് മയിൽ കയറിയല്ലോ. ഇവിടുന്ന് അബുക്ക നിങ്ങൾ ലൈവ് ഇടുമ്പോൾ ആ കാണും. നേരത്തെ കരിഞ്ഞല്ലോ, ഇപ്പല്ല. ഹലോ ഗൈസ്, ഞാൻ നൗഫി. ഈ നൗഫി ഇന്നലെ ഇതാണ് അബൂക്ക. എന്നെ മുടി വാരാൻ സമ്മതിച്ചിട്ടില്ല. പറഞ്ഞു എല്ലാവർക്കും സംശയം എനിക്ക് മുടിയില്ല. ഇതിന്റെ തല ഫുള്ള് മുടിയല്ല. മുടി തന്നെ ഫുള്ള് മുടിയാണ്. ഫുള്ള് മുടിയാണ്. വെറുതെ തൊപ്പി വെച്ച് നാട്ടിട്ട് നിങ്ങൾക്ക് മുടിയില്ല എന്നിട്ട്. ഇനി അബൂക്കാന്റെ വീടിന്റെ അടുത്തുള്ള കാട് കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് കാണിച്ചെടുക്കുക. ഇതാണ് ഗൈസ് കാട്. കാട് കാണാം. ഇതാണ് ആ കാട്. ഇത് കണ്ടൽക്കാടാണ് അബൂക്ക. ഇത് കണ്ടൽക്കാടാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഒരു ജാതി പാറയല്ലേ ഇവിടെ? കല്ലിന്റെ പാറ, നമ്മളെ വെട്ടുകല്ലിന്റെ. ശരി. ഇതിന്റെ ഉള്ളിലേക്ക് ഇതെന്താ സംഭവം? ഇതിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഗ്രൗണ്ട്. ഇപ്പൊ കളിക്കാൻ കുട്ടികളില്ലാത്തോണ്ട് കുട്ടികൾ വലുതായിട്ട് എല്ലാവരും ഗൾഫിൽ പോയി. അങ്ങനെ ഗ്രൗണ്ട് കാടായി മാറി. കാടിൽ പോയി. അത് ശരി. പണ്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. വളർന്ന് പന്തലിച്ചിട്ട് എല്ലാവരും ഗൾഫിൽ പോയി. അവിടെ തെങ്ങുണ്ടല്ലോ ബുക്ക. നിങ്ങൾ വെച്ചാ എത്ര വർഷമായി? 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട്. ഇപ്പൊ കരിക്ക് തേങ്ങ കഴിക്കുമോ? അല്ലല്ലേ? തേങ്ങ
കഴിഞ്ഞാൽ തേങ്ങ ആവും കേസ്. ഇപ്പൊ കരിക്കാല്ലേ? കരിക്കാണ്. കരിക്കിൻ്റെയും തേങ്ങേൻ്റെയും ഇടയിലുള്ള സംഭവമാണ് ഇളനീ. അങ്ങനെ അറിയാം. ഇതാണ് കിണർ. ഓ, ഇത് നല്ല വീതിയിലെ കിണറാണ് അബുക്ക. നല്ല വീതി ഉണ്ട് ഈ കിണറിന്. ചായ ഇവിടുത്തെ പലഹാരമാണ് ഗേസ്. ഇതെന്താ അബുക്ക? അച്ചപ്പം. വലുത് വലുത്. ഇത് ചെറിയ അച്ചപ്പം. അച്ചപ്പം എന്നറിയാം. അച്ചി അച്ചപ്പം. ഓക്കെ. അങ്ങനെ ഏഞ്ഞു പോണ സാധനല്ലേ? അങ്ങനെ 2 ദിവസത്തെ ട്രാവലിംഗിന് ശേഷം അടിച്ച് പിരിഞ്ഞ് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് പിരിയാണ് ഗേസ്. ഇനി എന്നാ ബുക്ക് നമ്മൾ കാണാം? ഒരു ദിവസം. ഓക്കെ. അപ്പം എല്ലാവരും ഞങ്ങൾ എയർപോർട്ടിലാണ്. ഞാൻ ഈ എയർപോർട്ടിലേക്ക് ലോക്കിൽ വിട്ടു. അതെ, എയർപോർട്ടിലാണ്. ഫ്ലൈറ്റ് ഇപ്പം വരും. 5 മിനിറ്റേ ബാക്കിയുള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് ലേറ്റായി ഗൈസ്. ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ പോയിക്കോ. ഓക്കെ. ബൈ ബൈ.